മോളുടെ പേരെന്താ? എൻ്റെ പേര് ലിയ. എൻ്റെ വീട് അങ്കമാലിയിലാണ്. എനിക്ക് 2015 പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല വയറുവേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് കോളനോസ്കോപ്പി, എൻഡോസ്കോപ്പി, CT സ്കാൻ എല്ലാം ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ക്രോൺസ് ഡിസീസാന്ന് പറഞ്ഞു. ക്രോൺസ് ഡിസീസ് ആണെങ്കിൽ നമ്മുടെ വായ തുടങ്ങി മലദ്വാരം വരെ എവിടെ വേണമെങ്കിലും ഇൻഫ്ലമേഷൻ വരാം. അതൊരു ലൈഫ് ലോങ് ഡിസീസാണ്. അത് നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല, അത് കൺട്രോളിൽ നിർത്താനേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ CRP എന്ന് പറഞ്ഞ ഫാക്ടറാണ്, അത് ഇൻഫ്ലമേഷൻ്റെ ഫാക്ടർ. അത് എനിക്ക് എപ്പോഴും 30s റേഞ്ചിലായിരുന്നു. അത് ഒരിക്കലും അങ്ങനെ ഒരു കൺട്രോളിൽ വന്നില്ല. അത് 5 അല്ലെങ്കിൽ അതിൻ്റെ ബിലോ ആണ് നോർമൽ റേഞ്ച്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് അത് കൺട്രോളിൽ വന്നില്ല. വയറുവേദന ബുദ്ധിമുട്ടൊക്കെ ആയ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഒന്നെങ്കിൽ സർജറി ചെയ്യണം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സർജറി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സാബു ബ്രദറിനെ വിളിച്ചു. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കത്തി വയ്ക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇനി സർജറി ചെയ്യാൻ പറ്റില്ല, അത് സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാൻ, അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ധ്യാനം കൂടിയായിരുന്നു. ധ്യാനം കൂടി കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോഴായാലും കുറവൊന്നും ഉണ്ടായിരുന്നില്ല, കൂടുതൽ തന്നെയായിരുന്നു. അതിനുശേഷം ഇഞ്ചക്ഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനായിരുന്നു. അതിന് വേണ്ടി ഒരു ടെസ്റ്റ് എടുത്ത സമയത്ത് അപ്പോഴും അതും പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വേണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കുറഞ്ഞു വരാൻ തുടങ്ങി. ഇത് കുറഞ്ഞ് അവസാനം അത് 5 താഴെ എത്തി, പിന്നെ 0 അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനിയും എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലോ, ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കോളനോസ്കോപ്പി ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഓൾമോസ്റ്റ് ഹീലായി എന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടറാണെങ്കിൽ 2016 ടെസ്റ്റ് നടത്തി. അപ്പോഴാണ് അസുഖം ഡയഗ്നൈസ് ചെയ്തത്. ആ റിസൾട്ടിൻ്റെ സ്ലൈഡും പിന്നെ 2019 ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ സ്ലൈഡ് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ ഫസ്റ്റ് വണ്ണിലാണെങ്കിൽ ക്രോൺസ് ഉണ്ട്, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. സെക്കൻഡ് വണ്ണിൽ ക്രോൺസ് ഇല്ല, അത് ഹീലായി, അതിൻ്റെ സ്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ലൈഫ് ലോങ് ഡിസീസാണ്. അതെനിക്ക് ദൈവം കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് തന്നു. അതിന് ഞാൻ ദൈവത്തിനോട് എന്നും നന്ദി പറയുന്നു. ഈ മോള് ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു, തീഷ്ണോട് പ്രാർത്ഥിച്ചു അല്ലേ? നന്നായിട്ട് പ്രാർത്ഥിച്ചു ഉണ്ടോ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഈ ക്രോൺസ് ഡിസീസ്, ഈ രോഗത്തിൽ നിന്ന് അത്ഭുത രോഗശാന്തി കർത്താവ് നൽകി. ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ട, അങ്ങനെ രോഗിയായിരിക്കുന്ന ഡോക്ടർ പറഞ്ഞ്, പക്ഷേ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. ഈ അത്ഭുത സൗഖ്യത്തിന് നമുക്ക് കരമടിച്ച് കർത്താവിനെ മോദപ്പെടുത്താം. മോളിപ്പോൾ എന്നെ എടുക്കുന്നു? ഞാനിപ്പോൾ LLP കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഗവൺമെൻറ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്. അനുഗ്രഹിക്കട്ടെ കേട്ടോ. Oh Jesus, you are my Lord.